IPC, CRPC, എവിഡൻസ് ആക്ട് എന്നിവയൊക്കെ മാറ്റി ഇന്ത്യയിൽ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിങ്ങനെ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ IPCയും CRPCയും എവിഡൻസ് ആക്ടും ഒക്കെ തിരുത്തി ഹിന്ദി ഭാഷയിലാക്കിയതിനെതിരെ ഒരു പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയത്തിനൊക്കെ ബദലായി ഇംഗ്ലീഷ് നാമങ്ങൾ കൊണ്ടുവരാൻ യൂണിയൻ ഗവൺമെന്റിനോട് നിർദ്ദേശിക്കാനാണ് പെറ്റീഷനിൽ ഹർജിക്കാരൻ കോടതിയോട് പറയുന്നത്. ഹിന്ദി, സംസ്കൃത പദങ്ങൾ നിയമത്തിൽ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ഇതൊക്കെ അടിസ്ഥാനമുള്ളതാണോ? തീർച്ചയായും. ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയല്ല, സംസ്കൃതം അല്ലേ അല്ല. ഇന്ത്യക്ക് ഒഫീഷ്യൽ ഭാഷകളാണുള്ളത്, അതും ഔദ്യോഗിക എഴുത്തുകുത്തുകൾക്ക് മാത്രം. ഹിന്ദിയും ഇംഗ്ലീഷും തുല്യമായ ഒഫീഷ്യൽ ലാംഗ്വേജുകളാണ്. ഇത് മാത്രമല്ല, ഇന്ത്യക്ക് ഭരണഘടന പ്രകാരം 22 ഔദ്യോഗിക ഭാഷകളുണ്ട്. ആസാമീസ്, ബംഗാളി, ബോഡോ, ദോഗ്രി, കൊങ്കണി, മലയാളം, നേപ്പാളി, ഒഡിയ, സന്താളി ആൻഡ് മൈഥിലി. അങ്ങനെ ഹിന്ദി മൗലികവാദവും ദേശീയ ഭാഷാവാദവും ഇന്ത്യയിൽ പതിറ്റാണ്ടുകളായി നിലനിന്നതാണ്. ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച കാലങ്ങളുണ്ട്. ആത്മഹത്യ പോലും നടന്നിട്ടുണ്ട്. ഹിന്ദി ഉപയോഗിക്കുന്ന ഒരു പക്ഷം ഒഴിച്ചാൽ അതീവ വൈവിധ്യമാർന്ന ഭാഷകൾ ഉപയോഗിക്കുന്ന മനുഷ്യരാണ് എഴുത്തുകാർ. ദേശീയ പ്രാധാന്യമുള്ള നിയമങ്ങളിൽ ഹിന്ദി മാത്രം തലക്കെട്ടാവുന്നത് പ്രശ്നബാധിതമാണ്. മലയാളവും തമിഴും ഉൾപ്പെട്ട വിഖ്യാതമായ ഇന്ത്യയുടെ 6 ക്ലാസിക്കൽ ഭാഷകളിൽ എവിടെയുമില്ലാത്ത ഭാഷ പോലുമാണ് ഹിന്ദി. ഇതിനൊക്കെ അപ്പുറം ഭരണഘടനയിൽ ആർട്ടിക്കിൾ 348 സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും അനുബന്ധ ആധികാരിക രേഖകളിലും, അതായത് ബില്ലുകൾ, ഭേദഗതികൾ, നിയമങ്ങൾ, ചട്ടങ്ങൾ, റെഗുലേഷനുകൾ, ബൈലോകൾ എല്ലാം തന്നെ ഇംഗ്ലീഷിലായിരിക്കണമെന്ന വ്യവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. ഇമ്പോസിഷനുകളും നിർബന്ധ ബുദ്ധിയാലുള്ള തിരിമറികളും ഒന്നും ശരിയല്ല. ഹിന്ദി അതുപയോഗിക്കാൻ താല്പര്യമുള്ളവർ എടുത്തോട്ടെ, നമുക്ക് ഇംഗ്ലീഷ് കൂടി വേണം.